ചന്ദ്രബോസ് വധക്കേസിൽ ഒന്നാം പ്രതി നിസാം കുറ്റക്കാരനാണെന്ന് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. ശിക്ഷാവിധി ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവുക. വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നു. ടോബി, വിശദാംശങ്ങൾ. അജിംസ, ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 9 കുറ്റങ്ങൾ, കൊലപാതകമടക്കം 9 കുറ്റങ്ങൾ നിസാം ചെയ്തിട്ടുള്ളതായി കണ്ടെത്തിയതായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ എന്ത് വിധി വേണമെന്നുള്ള കാര്യത്തിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു അദ്ദേഹത്തിൻ്റെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 5 കോടിയോ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം നിസാമിനെ പോലെയുള്ളവർ സമൂഹത്തിന് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ വധശിക്ഷ തന്നെ നൽകണം. ഏകദേശം 5 കോടിയോളം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ 9 കുറ്റങ്ങൾ, അതായത് കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും സമൂഹം അല്ലെങ്കിൽ നിസാമിൻ്റെ ചന്ദ്രബോസിൻ്റെ കുടുംബം അതുപോലെ തന്നെ സമൂഹവും പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം നമുക്കിപ്പോൾ വിലയിരുത്താൻ. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ കോടതി നടപടികൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യം 11 മണിക്ക് തന്നെ കോടതി ചേർന്നു. ഏകദേശം ഒരു 15 മിനിറ്റിനോടുകൂടി തന്നെ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു വിധി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇത് സംബന്ധിച്ച വിധി വരുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കുറ്റപത്രത്തിലുണ്ടായിരുന്ന 9 കുറ്റങ്ങളും പ്രതി ചെയ്തതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ പ്രധാന സാക്ഷി മൊഴികളും കൂട്ടിച്ചേർത്താണ് ഇത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, വിചാരണ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രധാന സാക്ഷിയായിട്ടുള്ള അനൂപ് കൂറുമാറിയിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ അദ്ദേഹം മൊഴിമാറ്റി പറയുകയുണ്ടായി. എന്നാൽ ഇതല്ല, അതിനുശേഷം അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പോലീസുകാരടക്കമുള്ളവർ കേസുമായി സഹകരിക്കാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ കേസിനെ അട്ടിമറിക്കാനുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായ കേസിൽ മുഖ്യപ്രതി നിസാം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പ്രതിക്കെതിരെ പോലീസ് ഉന്നയിച്ച മുഴുവൻ കുറ്റാരോപണങ്ങളും ശരിയാണെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ടോബി ജോൺസൺ.